ചരിത്രത്തിന്റെ പ്രസക്തിയും ഇന്ത്യയുടെ ജ്ഞാന പാരമ്പര്യവും എന്ന വിഷയത്തിൽ 2 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ ആരംഭിച്ചു. നെന്മാറ NSS കോളേജ് സൗത്ത് ഏഷ്യ തേർഡ് വേൾഡ് സ്റ്റഡീസ് എന്ന സംഘടനയുടെ സഹകരണത്തോടെയാണ് സെമിനാർ നടത്തുന്നത്. സെമിനാർ പ്രമുഖ ചരിത്രകാരനും തൃശൂർ കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലുമായ ഡോക്ടർ PS മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജ്ഞാനത്തിൻ്റെ ബഹുരൂപങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് സമൂഹത്തെ മാറ്റിയെടുക്കുന്ന ഒരു കാലത്താണ് ഇന്ത്യൻ ജ്ഞാനവ്യവസ്ഥയെക്കുറിച്ച് നാം സംസാരിക്കുന്നത്. രാകേഷ് മാഷ് സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ പാരമ്പര്യം എന്ന് പറയുന്നത് ഏകദാനമാക്കി ഏകശിലാത്മകമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്താണ് പാരമ്പര്യങ്ങളെക്കുറിച്ച് പറയാൻ നാം നിർബന്ധിതരാകുന്നത്. ഇന്ത്യൻ ജ്ഞാനവ്യവസ്ഥയാണ് ഈ സെമിനാറിൻ്റെ ഒരു തലം. രണ്ടാമത്തെ തലം ജീവിക്കുന്ന ചരിത്രമാണ്. മൂന്നാമത്തെ തലം സാമൂഹിക വർത്തമാനമാണ്. ഇതിനെ മൂന്നിനെയും സമ്മേളിച്ചുകൊണ്ടാണ്, ഈ 3 പ്രതലങ്ങളെയും ഏകോപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഈ സെമിനാർ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ടീച്ചർ അയച്ചു തന്ന ബ്രോഷർ സശ്രദ്ധം വായിക്കേണ്ടായിട്ടുണ്ട്. അപ്പം അതിൽ ഈ കൺവേർജൻസിനെ പിടിച്ചെടുക്കാവുന്ന തരത്തിൽ വിവിധ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. NSS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ V ശാലിനി അധ്യക്ഷത വഹിച്ചു. ചരിത്ര വിഭാഗം മേധാവി KA തുളസി ആമുഖ പ്രഭാഷണം നടത്തി. കോർഡിനേറ്റർ ഡോക്ടർ KV രാജേഷ് സ്വാഗതവും B അതുല്യ നന്ദിയും പറഞ്ഞു. ഡോക്ടർ G ഗോപാലകൃഷ്ണൻ, ഡോക്ടർ G ശ്രീജ എന്നിവർ പ്രസംഗിച്ചു. ചരിത്രകാരന്മാരുടെയും സാമൂഹ്യ ശാസ്ത്രകാരന്മാരുടെയും തത്വചിന്തകരുടെയും ഗവേഷകരുടെയും കൂട്ടായ്മയാണ് സെമിനാർ കൊണ്ടുദ്ദേശിക്കുന്നത്. ചരിത്ര പഠനത്തിന്റെ പ്രാധാന്യം സെമിനാറിൽ ചർച്ച ചെയ്യും. ആദ്യ ദിവസം ഡോക്ടർ അബൂബക്കർ സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യ എന്ന ആശയത്തിന്റെ പുതുകാഴ്ചപ്പാടെന്ന വിഷയത്തിൽ നടന്ന സെഷനിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് മേധാവി ഡോക്ടർ സുനിൽകുമാർ മോഡറേറ്ററായി. രണ്ടാം സെഷനിൽ ഡോക്ടർ G ഗോപാലകൃഷ്ണൻ മധ്യകാല ചരിത്രത്തിലെ ഭാഷയെയും അധികാരത്തെക്കുറിച്ചും സംസാരിച്ചു. ഡോക്ടർ P സുജ, ഡോക്ടർ ദീപ, ഡോക്ടർ K ശശിധരൻ, ഡോക്ടർ K രമ്യ, ഡോക്ടർ ലേഖ റാണി, ഡോക്ടർ P രേഖ, ഡോക്ടർ M ലേഖ തുടങ്ങിയവരാണ് സെമിനാറിൽ പ്രഭാഷണം നടത്തുന്നത്. UTV ന്യൂസ്, പാലക്കാട്.